വിളിപ്പുതപ്പിന്റെ അവകാശം മാത്രം കയ്യിലുണ്ടായിരുന്ന മിസ്അബ് റളിയല്ലാഹു അൻഹു ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയെങ്കിൽ ചരിത്രം രേഖപ്പെടുത്തുന്നത് സ്വർഗീയ കാഴ്ചകളുടെ ആഘോഷങ്ങൾ മുഴുവനും മിസ്അബ് റളിയല്ലാഹു തആല അൻഹുവിനെ കാണാൻ കഴിഞ്ഞു എന്നാണ്. ലോകത്തിൽ നിന്ന് വിട പറയുമ്പോ ആ കാഴ്ചകൾ മുഴുവനും തന്റെ കണ്ണിലൂടെ അല്ലാഹു കാണിച്ചു കൊടുത്തു എന്ന് ചരിത്രം പറയുമ്പോൾ എന്ത് കാഴ്ച കാണാനാണ് കടുക്കോടുള്ള പ്രിയപ്പെട്ട മോമിനീങ്ങളെ നമ്മൾ കാത്തിരിക്കുന്നത്? തീപാറുന്ന കണ്ണുകളുമായി പറന്നിറങ്ങുന്ന അസ്രായിലിന്റെ ഘോരഭാവമാണോ? നരകത്തിന്റെ തീയാളുന്ന ചുറ്റി സഞ്ചരിക്കുന്ന അഗ്നിഗോളത്തിന്റെ ഉള്ളിലൂടെ ആത്മാവിനെ വലിച്ചൂരിക്കൊണ്ടുപോകുന്ന ഭയാനകരമായ കാഴ്ചകളാണോ? എന്താ കടുക്കോട് വന്ന പെങ്ങളെ, ലോകത്ത് വെച്ച് മരണപ്പെടുന്നതിൽ ഏറ്റവും സുന്ദരമായ മരണമെന്ന് പറയുന്നത് അള്ളാന്റെ സ്വർഗം കണ്ടിട്ട് മരിക്കലാണ്. അല്ലാഹുവിന്റെ റസൂൽ പരിചയപ്പെടുത്തുകയാണ്, പറയുകയാണ്, ആ സ്വർഗം ലഭിക്കുന്നത് ലാ യദ്ഖുലുൽ ജന്നത ഇല്ലാ ഹരീസുൻ അലൈഹാ. ആ സ്വർഗത്തിനോട് ആർത്തിയുള്ളവരല്ലാതെ സ്വർഗം കണ്ടു മരിക്കൂല. ആ സ്വർഗത്തിനോട് ആർത്തിയുള്ളവരല്ലാതെ സ്വർഗത്തിൽ കടക്കൂല. ആ സ്വർഗത്തിനോട് അമിതമായ ആർത്തിയുള്ളവർക്കല്ലാതെ രക്ഷപ്പെടാൻ പറ്റൂല. ആർത്തി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിപ്പോ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കല്യാണത്തിന് പോവാണ്. ഈ മക്കളൊക്കെ എല്ലാവരും ആ ഫ്രണ്ട് ഇരിക്കണ എല്ലാവരും കല്യാണത്തിന് ഒന്നാമത്തെ സഫില്. പണ്ടൊക്കെ ഗേറ്റ് ഇടിച്ച് പൊളിച്ചകത്ത് കയറി കല്യാണത്തിന് കയറുമായിരുന്നു. ഇപ്പൊ അങ്ങനൊന്നുമില്ല. ഇപ്പോ ഫുൾ ടൈം ഭക്ഷണമാണല്ലോ. രാവിലെ 9 മണിക്ക് തുടങ്ങിയ 2 മണി വരെ ഭക്ഷണം ആയതുകൊണ്ട് എപ്പോഴും കഴിക്കാം, എപ്പോഴും ഇരിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അതുകൊണ്ട് ആ പ്രശ്നമില്ല. അപ്പൊ ഈ മക്കളെല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാൻ ചെന്നിരിക്കുമ്പോ, അല്ലെങ്കിൽ മക്കളെ വിടാം, നമ്മൾ ഇത്രയും ഉസ്താദന്മാരോട് മൗലിദ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പുരതാമസത്തിനോ എന്തെങ്കിലും ഒരു സാമാനത്തിന് പോയി ഒരു ഗുലുമാലിൽ ചെന്ന് വെട്ട് ഭക്ഷണം കൊണ്ടുവച്ച് എല്ലാവരും ഇരിക്കുകയാണ്. ആർത്തി എന്ന് പറഞ്ഞാൽ എന്താ? ആർത്തി എന്ന് പറഞ്ഞാൽ 5 മിനിറ്റോടെ അടിച്ച് കയറ്റുക, അത് തന്നെ ആർത്തി. ചിക്കനാണോ മട്ടനാണോ പാളയംതൊടനാണോ റോബസ്റ്റ് ആണോ ഒന്നും നോക്കില്ല, തൊലിച്ചടി തന്നെ. ഇതിങ്ങനെ മുഴുവനും ഇങ്ങനെ, അതിനാണ് ആർത്തി എന്ന് പറയാം. ഇവിടെ ആരംഭപ്പൂവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഹരീസുൻ അലൈഹ, സ്വർഗത്തിന്റെ മേൽ ആർത്തിയുള്ളവർക്കേ സ്വർഗം കിട്ടും. സ്വർഗത്തിന്റെ മേൽ ആർത്തിയുള്ളവർക്കേ സ്വർഗം കിട്ടൂ. ആർത്തി വേണം സ്വർഗത്തിനോട്, സ്വർഗത്തിനോട് ആർത്തി വേണം. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട മക്കൾ യാത്ര പറയുമ്പോ ഉപ്പയോട് പറഞ്ഞു, ഉപ്പാ നിങ്ങൾ വരുന്നത് വരെ ഞങ്ങൾ ഭക്ഷണം കഴിക്കില്ല. ജഅഫർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മക്കളെ മടങ്ങി വന്നാൽ ഉപ്പ ജീവനോടെ യുദ്ധരണാങ്കണം പിരിയുമ്പോ ജീവനോടെ ഉണ്ടെങ്കിൽ എന്റെ സ്വഭവനത്തിലേക്കല്ലാതെ ഉപ്പ വേറെങ്ങും പോകൂലടാ എന്ന് പറഞ്ഞ് ആ മക്കൾ നോക്കിയിരിക്കുമ്പോൾ വരുന്നത് ഉപ്പയല്ല, കാരുണ്യത്തിന്റെ നിറനിലാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് വരുന്നത്. പ്രിയപ്പെട്ട മക്കളെ ചോദിച്ചു, ഉപ്പ എവിടെ നബിയേ, ഉപ്പ എവിടെ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, മക്കളെ ഉപ്പ സ്വർഗത്തിലൂടെ പറന്നുപോയി, ഉപ്പ സ്വർഗത്തിലൂടെ പറന്നുപോയി. ആ പ്രിയപ്പെട്ട മക്കൾ ഉമ്മാന്റെ അരികത്ത് ചെന്ന് ഞങ്ങൾ ഉപ്പയില്ലാത്തവരായെന്ന് പറയുമ്പോ ആ പ്രിയപ്പെട്ട ജഅഫർ റളിയല്ലാഹു അൻഹു അത്രത്തോളം സ്വർഗത്തിനോട് ആർത്തിയാണ്. അതിന് തടസ്സമായി മക്കളില്ല, ഭാര്യയില്ല, ദുനിയാവില്ല, കെട്ടുവസ്തുക്കളില്ല, കൊട്ടാരങ്ങളില്ല, കോട്ടകൊത്തളങ്ങളില്ല, ഒന്നുമില്ല. മുഴുവനും അല്ലാഹുവിനേക്കാൾ പ്രിയമല്ല, ഒന്നും സ്വർഗത്തെക്കാൾ പ്രിയമല്ല. മഹാനായ ജഅഫർ റളിയല്ലാഹു അൻഹു സ്വർഗത്തിനോട് ആർത്തി വെച്ച് കഴിഞ്ഞതുകൊണ്ടാണ് നമുക്ക് ആർത്തി വേണം. നിസ്കരിക്കുമ്പോ, ഇബാദത്ത് ചെയ്യുമ്പോ, ഖുർആൻ ഓതുമ്പോ, നോമ്പ് പിടിക്കുമ്പോ സ്വർഗത്തിനോട് ആർത്തി വേണം പ്രിയപ്പെട്ടവരെ. തറാവീഹ് നിസ്കരിക്കുമ്പോ ഏതു പള്ളിയിലാ തറാവീഹ് കഴിഞ്ഞ് ഈ ഭാഗത്തൊക്കെ ഒരു പറച്ചിലുണ്ട്, തറാവിയ പ്രാട്ട, അങ്ങനെയാണ്. തറാവിയക്ക് പോയി പ്രാട്ട കഴിക്കണം. ഏത് പള്ളിയിലാണ് ഭക്ഷണം കൊടുക്കുന്നത്, ഏത് പള്ളിയിലാണ് മട്ടനുള്ളത്, ഏത് പള്ളിയിലാണ് കുട്ടനുള്ളത് എന്ന് നോക്കിയിട്ടല്ല തറാവി. സ്വർഗത്തിലേക്കുള്ള ആർത്തിയാണ്, സ്വർഗത്തിലേക്കുള്ള ആർത്തി. അതിന് ചിലപ്പോ ക്ഷീണം ഉണ്ടാവും, അതിനിപ്പോ ചിലപ്പോ തളരും. ഹറമിൽ പോലും റക്അത്ത് കുറച്ചുകൊണ്ടിരിക്കുകയാണ്. റക്അത്ത് കുറച്ചതെന്ന് പറഞ്ഞാല് ചില ആളുകൾ മസല കണ്ടുപിടിക്കാൻ നടക്കുകയാണ്. ഹറമിൽ കുറച്ചല്ല, അതുകൊണ്ട് നമുക്കും കുറയ്ക്കാം. ഹറമിൽ ചെയ്യുന്ന എല്ലാം നിങ്ങൾ ചെയ്യോ? എല്ലാ മസല അങ്ങനെ നിങ്ങൾ എടുക്കരുത്. അവിടെ വേറെ കുറെ നിയമപ്രശ്നങ്ങളുണ്ട്. അവിടെ നമ്മുടെ രാജ്യം പോലല്ല, അവിടെ ഒരു ഭരണ സ്ഥിരാ കേന്ദ്രമുണ്ട്. ആ ഭരണം ഒരു പ്രാവശ്യം തീരുമാനിക്കുന്നു, ഇവിടെ തറാവീഹ് വേണ്ട തീരുമാനിച്ചാൽ എന്താ ചെയ്യുക? ഹറമിൽ തറാവീഹ് വേണ്ട, ജമാഅത്തില്ല, വേണമെന്നുള്ള ഒറ്റയ്ക്ക് നിസ്കരിച്ചോ 20 or 4 ഒന്നും ചെയ്യാനൊന്നും പറ്റൂല. നമ്മൾ അങ്ങനെ തന്നെ ചെയ്യും.
അവിടെ പോയിട്ട് അങ്ങനെ പറ്റൂല എന്ന് പറഞ്ഞ് സമരം ചെയ്ത് നോക്കണം. അപ്പോഴറിയാം തറാവി അവിടെ കിടന്നാൽ പിന്നെ നമ്മൾ നിസ്കരിക്കുന്നത്. അതുകൊണ്ട് ഹറമിലല്ലേ എന്ന് പറയരുത്. ഞാൻ പറയുന്നത് അള്ളാന്റെ സ്വർഗത്തിന് വേണ്ടി മാത്രം ആർത്തിയോടെ, വേറെ എന്തിനേക്കാളും ആർത്തി. ചില ആളുകൾക്ക് പെണ്ണിനോട്, പണത്തിനോട്, ആഡംബരത്തിനോട്, സ്വത്തിനോട്, അങ്ങനെ അതല്ല, എല്ലാം അള്ളാന്റെ സ്വർഗത്തിനോട്, അള്ളാഹുവിനോടാണ് ആർത്തി വേണ്ടത്. സാധാരണക്കാരായ നിങ്ങൾ സ്വർഗത്തെ മുന്നിൽ വെക്കുന്നത് കൊണ്ട് ആ ആർത്തിയെ സ്വർഗത്തിലേക്കാക്കിയെന്ന് മാത്രം. സ്വർഗത്തിനോടൊരു ആർത്തി നിസ്കരിക്കുമ്പോ, ഖുർആൻ ഓതുമ്പോ. മഹാനായ ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പരിചയപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 5 രീതികളാണ് അല്ലാഹുവിന്റെ സ്വർഗം കണ്ടു മരണപ്പെട്ട അള്ളാന്റെ സ്വർഗീയമായ മാലാഖമാര് വന്ന് കുളിപ്പിക്കാൻ. കടുക്കോട് പള്ളിയുടെ പരിസരത്ത് എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, മരണപ്പെട്ട നിന്റെ ഭവനത്തിന്റെ അകത്തേക്ക് സാധാരണ മയ്യത്ത് കുളിപ്പിക്കുന്ന, സ്ഥിരം കുളിപ്പിക്കുന്ന ഒരു ഉമ്മ വരുമ്പോ, ഒരു ഉപ്പ വരുമ്പോ, അവര് കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിന് മുമ്പ് തന്നെ സ്വർഗീയ പാനം കൊണ്ടുവന്ന് നിന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ, നിന്നെ പൊതിഞ്ഞെടുക്കാൻ അള്ളാഹു ഏറ്റവും പ്രിയപ്പെട്ട അള്ളാഹുവിന്റെ മലക്കുകൾ പറന്നിറങ്ങും. എന്റെ പ്രിയപ്പെട്ടവരെ, റഹ്മാനു ബാനിഹാ അർദുൻ ലഹാ ദഹബുൻ والمسك طينتها والزعفران حشيش نابت فيها. എത്ര ലിപികളിൽ പരിചയപ്പെടുത്തിയാലും എഴുതി തീർക്കാൻ കഴിയാത്ത, എത്ര കവിതയിൽ പാടിയാലും അവസാനിക്കാത്ത, എത്ര വർണ്ണിച്ചാലും ശോഭ പറ്റി പോകാത്ത സ്വർഗീയ കുസുമങ്ങളുടെ, പരിലാളനങ്ങളുടെ ഏറ്റവും വലിയ രഹസ്യമാണ് സ്വർഗം. ആ സ്വർഗം കണ്ടു മരണപ്പെടാൻ സ്വർഗത്തിന്റെ മാലാഖമാര് വന്ന് കുളിപ്പിക്കാൻ, അവര് വന്ന് പൊതിയാൻ, അവര് സന്തോക്ക് ചുമക്കാൻ, അവര് കബറിന്റെ അകത്ത് കൊണ്ടുവെക്കാൻ ബഹുമാനപ്പെട്ട അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു 5 പ്രധാനപ്പെട്ട നിയമങ്ങളെ എഴുതി വെക്കുകയാണ്. അതിൽ ഒന്നാമത്തത് അയ്യംന നഫ്സഹു മിൻ ജമീഇൽ മആസ്.